വരുന്നത്? മ്യൂസിക്കൽ ട്രീറ്റ്സ് അപ്പോൾ കോഴിക്കോട് ഒരു സംഗീതത്തിൻ്റെയും കൂടി നഗരമാണ്. അവിടെ ഒന്നുണ്ടായ അവിടെ തീർച്ചയായിട്ടും സംഗീതം ഉണ്ടായിരിക്കും. അപ്പോൾ പിന്നെ അതുപോലെയുള്ള കോഴിക്കോടിൻ്റെ ഗായകർ അവരെ ആദരിക്കുക, അവരുടെ പാട്ടുകൾ പാടാനുള്ള അവർക്ക് അംഗീകാരം നൽകാനുള്ള, അതോടൊപ്പം ആ പാട്ടുകൾ പാടുന്ന, ഇപ്പോൾ ഉദാഹരണത്തിന് ബാബുക്കയുടെ പാട്ടുകൾ പാടുന്ന അത് പലതരത്തിൽ അതിൽ ഇടപെടുന്ന ആളുകളുണ്ടാവും. ആ സംഗീത മേഖലയുമായി പലതരത്തിൽ ബന്ധമുള്ള ആളുകൾ, ഇവർക്കൊക്കെ പങ്കെടുക്കാൻ കഴിയുന്ന തരത്തിലാണ് നമ്മൾ മ്യൂസിക്കൽ ട്രിബ്യൂട്ട്സ്, മ്യൂസിക്കൽ ട്രീറ്റ്സ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ഒരുപാട് ബാൻഡ്സിന് ഒരു അവസരം അതിലൂടെ കിട്ടുകയാണ്. ബാൻഡ്സിന് മാത്രമല്ല, കൊച്ചു പാട്ടുകാർക്ക് പോലും ഇപ്പോൾ നന്നായി പാടുമെന്ന ആത്മവിശ്വാസമുള്ള ഒരാൾക്ക് നമ്മളെ സമീപിക്കാം, നമ്മൾ അവർക്ക് അവസരം കൊടുക്കും. അതിന് പിന്നെ യാതൊരു വിധത്തിലുള്ള മറ്റു തടസ്സങ്ങളുണ്ടാവില്ല. അവർ പിന്നെ പോപ്പുലറാണോ അല്ലെങ്കിൽ അവരുടെ മറ്റെന്തെങ്കിലും ഘടകങ്ങൾ ഞങ്ങൾ പരിഗണിക്കുന്നില്ല. നന്നായി പാടാൻ കഴിയും എന്ന ആത്മവിശ്വാസം, അല്ലെങ്കിൽ ഒരു അവസരം കിട്ടിയാൽ എനിക്ക് മെച്ചപ്പെട്ട രീതിയിൽ ഈ പാട്ടിൻ്റെ മേഖലയിൽ മുന്നോട്ട് പോകാൻ കഴിയും, അതിനൊരു അവസരം ആവശ്യമുണ്ട് എന്ന് വിചാരിക്കുന്നവർക്ക് നമ്മൾ അവസരം കൊടുക്കും. ചിലപ്പോൾ ഒരു നല്ല ഗായകൻ ഉണ്ടാകാൻ പോകുന്നത് ചിലപ്പോൾ ഈ ഒരു കാലിക്കറ്റ് ട്രേഡ് സെന്ററിൽ ഗ്രേറ്റ് ഇന്ത്യൻ ഫുഡ് ആർട്ടിലൂടെ തീർച്ചയായും പറയാൻ പറ്റില്ല. നമ്മൾ അവകാശവാദം ഒന്നും ഉന്നയിക്കുന്നില്ല, പക്ഷേ അതിന് നമ്മൾ ശ്രമിക്കും. നമ്മളുടെ ഈ ഗ്രേറ്റ് ഇന്ത്യൻ ഫുഡ് ആർട്ടിൽ നിന്നൊരു പുതിയ ഗായകൻ ഉണ്ടാവുകയാണെങ്കിൽ അതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ടാവും. കേരളത്തിനൊരു പുതിയ ഗായകനെ സമർപ്പിക്കാൻ കഴിഞ്ഞ ഒരു വേദി എന്ന നിലയിൽ ഞങ്ങൾക്കത് അഭിമാനം തോന്നും. അപ്പോൾ തീർച്ചയായിട്ടും നല്ല ഗായകർക്ക് സമീപിക്കാം. മെയ് 3 തൊട്ട് മെയ് 12 വരെയാണ് ഈ ഒരു ഫംഗ്ഷൻ, ഈ ഒരു ഫെസ്റ്റിവൽ വരുന്നത്. കാലിക്കറ്റ് ട്രേഡ് സെൻറ്ററിലാണ് ദി ഗ്രേറ്റ് ഇന്ത്യൻ ഫുഡ് ആർട്ട്. അപ്പോൾ എല്ലാവരും ഫുഡ് ലവേഴ്സ് ആയാലും അല്ലെങ്കിൽ ഇപ്പോൾ പറഞ്ഞ പോലെ ഗായകരായാലും തീർച്ചയായിട്ടും ഈ ഒരു ഫെസ്റ്റിവൽ എൻജോയ് ചെയ്യാം. സർ, ഇതിലൊരു എക്സ്ട്രാ സെഗ്മെൻറ്റ് നമ്മൾ കണ്ടിരുന്നു, ഹോണറിങ് ലെജൻഡറി ദേശി ഷെഫ്സ്. എന്താണ് ആ ഒരു സെഗ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഹോണറിങ് ലെജൻഡറി ദേശി ഷെഫ്സ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ഈ പുതിയ രുചികൾ പരിചയപ്പെടുത്തിയ ധാരാളം ആളുകളുണ്ട്. ഓരോ നാട്ടിലും ഉണ്ടാവും തനത് രുചികൾ. ഇപ്പോൾ ഉദാഹരണത്തിന് പറഞ്ഞാൽ ഞങ്ങൾ കോഴിക്കോട് മിൽക്ക് സർബത്ത്, ഭാസ്കരേട്ടൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ ഒരു കണ്ടുപിടുത്തമാണ് മിൽക്ക് സർബത്ത്. അതുവരെ മിൽക്ക് സർബത്ത് നമ്മളാരും കണ്ടിട്ടോ രുചിച്ചിട്ടുമില്ല. അപ്പോൾ കോഴിക്കോട് തന്നെ അദ്ദേഹത്തിൻ്റെ ഷോപ്പിൻ്റെ മുന്നിൽ അപ്പുറമൊക്കെ ധാരാളം ഒരുപാട് കടകളുണ്ട്. പക്ഷേ ഈ മിൽക്ക് സർബത്ത് കുടിക്കണമെങ്കിൽ നമ്മളവിടെ പിന്നെ കാത്തു നിൽക്കണം, ക്യൂ നിന്ന് കുടിച്ചാൽ മാത്രമേ അത് കിട്ടുള്ളൂ. കുറച്ച് സമയം അവിടെ വെയിറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് മിൽക്ക് സർബത്ത് എന്ന് പറഞ്ഞാൽ നേരെ എടുത്തു തരില്ല. അവിടെ ഒരു ആൾക്കൂട്ടുണ്ടാവും. ഈ അവിടെ മിൽക്ക് സർബത്താണ് അവിടുത്തെ ഒരേ ഒരു വിഭവം. അതിൻ്റെ ഒരു പ്രത്യേക രീതിയുണ്ട്. അത് അവിടെ പാത്രത്തിൽ ഈ ഗ്ലാസ്സിൽ ഒഴിച്ച് തരുന്നത്. അദ്ദേഹത്തെ എത്ര ആൾക്കൂട്ടുണ്ടെങ്കിലും ആരാണ് ആദ്യം വന്നതെന്ന് ഭാസ്കരേട്ടൻ അറിയാം. അവർക്ക് കറക്റ്റായിട്ട് അദ്ദേഹത്തെ എടുത്തു കൊടുക്കും. അപ്പോൾ അത് മിൽക്ക് സർബത്ത് എന്ന് പറഞ്ഞത് ഇന്ന് വ്യാപകമാണ്. മിക്കവാറും എല്ലാ കടകളിലും മിൽക്ക് സർബത്ത് കിട്ടും. അതുപോലെ മറ്റൊന്നാണ് ഈ ഷാർജ ഷേക്ക്. ഈ ഷാർജ ഷേക്ക് എന്ന് പറഞ്ഞത് തീർത്തും പുതിയൊരു വിഭവമാണ്. നമ്മുടെ നാട്ടിൽ ജ്യൂസ് വന്നിട്ട് തന്നെ ഒരു 40 വർഷത്തിലപ്പുറം ആയിട്ടുണ്ടാവില്ല. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ജ്യൂസ് വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. മൈസൂർ പഴമായിരുന്നു അതിൽ ആദ്യത്തെ ജ്യൂസിൻ്റെ വിഭവം. അതിന് മുമ്പൊക്കെ അവിൽ മിൽക്ക് അല്ലെങ്കിൽ അവിൽ സർബത്ത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഉണ്ടാക്കിയിരുന്നത്. ജ്യൂസ് വന്നു, അതെ ജ്യൂസ് വന്നു. ജ്യൂസിന് ശേഷമാണ് ഷേക്ക് വന്നു. ഷേക്കിൽ ആദ്യം വന്നത് എനിക്ക് തോന്നുന്നു ഷാർജ ഷേക്ക്. ഈ ഷാർജ ഷേക്ക് കോഴിക്കോട്ട് കലന്തൻസ് എന്ന് പറയുന്ന ഒരു ഷോപ്പിൽ നിന്നാണ്, മാനാഞ്ചർക്ക് അടുത്തുള്ള ഒരു ഷോപ്പിൽ നിന്നാണ് ഉണ്ടാകുന്നത്. ഇപ്പോൾ ഷാർജ ഷേക്ക് ഇല്ലാത്ത ഒരു കടയില്ല. ഷാർജ ഷേക്ക് ഒരു കോമൺ ആയി. ഇങ്ങനെ പലതരം അമ്മമെസ്, അതുപോലെ പലതരം നൂതനമായ ആശയങ്ങൾ, പുതിയ രുചികൾ മലയാളികൾക്ക് പരിചയപ്പെടുത്തിയ ആയിരക്കണക്കിന് ആളുകളുണ്ട്. ഓരോ നാട്ടിലും ഉണ്ടാവും. ഇവരെല്ലാവരെയും കണ്ടുപിടിക്കുക അസാധ്യമായ ഒരു കാര്യമാണ്. ഞങ്ങളൊരു ടീം ഇപ്പോൾ അതിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. മലബാർ മേഖലയിലെങ്കിലും ഉള്ള പരമാവധി ഇതുപോലുള്ള ലെജൻഡറി ഷെഫ്സ് എന്ന് നമുക്ക് ആത്മാർത്ഥമായി വിളിക്കാൻ കഴിയുന്ന ആളുകളെ നമ്മൾ ഈ വേദിയിൽ വെച്ച് ആദരിക്കുകയാണ്. അതിൽ കൂടെ മറ്റൊരു പ്രത്യേകത കൂടെ ഉള്ളത്, ഇങ്ങനെ ഉള്ള ആളുകളെ സജസ്റ്റ് ചെയ്യാൻ, നമുക്ക് ആളുകളെ കണ്ടെത്തുക അത് വലിയൊരു ടാസ്ക് ആണല്ലോ. അപ്പോൾ അറിയുന്ന ആളുകൾക്ക് ഇവരെ പേരുകൾ സജസ്റ്റ് ചെയ്യാം. എൻ്റെ നാട്ടിൽ ഇങ്ങനെ ഒരു ചന്ദ്രേട്ടനുണ്ട്, എൻ്റെ നാട്ടിൽ ഇങ്ങനെ ഒരു അമ്മദക്കുണ്ട് എന്ന് പറഞ്ഞിട്ട് അവരുടെ വിശദീകരണങ്ങൾ തരാം. എന്താണ് അവരുടെ പ്രൊഫൈൽ എന്താണെന്ന് നമുക്ക് അയച്ചു തരാം. അങ്ങനെ സജസ്റ്റ് ചെയ്യുന്ന ആളുകളെ, ഈ പറയുന്ന ആളുകളെ നമ്മൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ, ഇന്ന ആളെ നമ്മളിവിടെ വേദിയിൽ ആദരിക്കുകയാണെങ്കിൽ, അവരെ സജസ്റ്റ് ചെയ്ത ആളുകളുടെ സാന്നിധ്യത്തിൽ അവരെ കൂടി നമ്മൾ ആ വേദിയിൽ പങ്കാളിയാക്കുകയാണ്. തീർച്ചയായിട്ടും ഈ ഹോണറിംഗ് എന്ന് പറയുമ്പോൾ തന്നെ അത് അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. അതിൻ്റെ കൂടെ അവർ സജസ്റ്റ് ചെയ്യുന്ന ആളുടെ ഒരു സാന്നിധ്യം കൂടി ഉണ്ടാവുക എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി എ സ്പെഷ്യൽ ഒക്കേഷൻ. സർ, അടുത്തൊരു സെക്ഷൻ വരണമെങ്കിൽ ലൈവ് ഇല്ലുസ്ട്രേഷൻസ് ആൻഡ് ഇൻസ്റ്റലേഷൻസ് ആണ്. എന്താണ് ആ ഒരു സെഗ്മെന്റ് വരുന്നത്? ലൈവ് ഇല്ലുസ്ട്രേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഈ ചിത്രം വരയ്ക്കുന്ന പെയിൻറ്റിങ് ആർട്ടിസ്റ്റുകൾക്കുള്ള ഒരു അവസരമാണ്. അവർക്ക് ആ ഗ്രേറ്റ് ഇന്ത്യൻ ഫുഡ് ആർട്ടിൻ്റെ ഭക്ഷണം കഴിക്കുന്നതും അത് വിളമ്പുന്നതും അതുമായി ബന്ധപ്പെട്ട പലതരം പ്രവർത്തനങ്ങൾ, പലതരം ആക്ടിവിറ്റീസ് അവിടെ നടക്കും. അതിന് ലൈവായിട്ട് അവിടെ നിന്ന് ചിത്രീകരിച്ചാൽ നമ്മളൊരു ആക്ടിവിറ്റി ഏരിയ ഉണ്ടാവും. അവിടെ വെച്ച് അത് ലേലം ചെയ്ത് വെക്കും.
ഓക്കെ ലേലം ചെയ്ത് കിട്ടുന്ന തുക അവർക്ക് എടുക്കാം. ഓക്കെ ഇൻ കേസ് ആരും അത് ലേലത്തിൽ പിടിക്കുന്നില്ല, ഞങ്ങളൊരു മിനിമം തുക അതിന് കണക്കാക്കി അവരുടെ എഫേർട്ടിനും അവരുടെ ചിലവിനും അവർ പക്ഷേ അത് അവർക്ക് കിട്ടുന്ന വലിയൊരു പിന്നെ ഒരു അവസരം എന്നതാണ് അതെ അതെ നമ്മളത് വില കൊടുത്ത് വാങ്ങും. ഗ്രേറ്റ് ഇന്ത്യൻ ഫുഡ് ആർട്ട് ടീം അവർ വരയ്ക്കുന്ന ചിത്രം അതിൻ്റെ പിന്നെ ഗുണമേന്മയിലല്ല, അവരുടെ അതിനോടുള്ള സന്നദ്ധതയിൽ അവരെടുക്കുന്ന എഫേർട്ടിന് നമ്മൾ കൊടുക്കുന്നൊരു വിലയുണ്ട്. ഓക്കെ. ആ വില കൊടുത്ത് നിങ്ങളത് മേടിക്കും. എത്രത്തോളം ആൾക്കാർ നമുക്ക് ഓക്യുപ്പൈ ചെയ്യാൻ പറ്റും? നമ്മൾ ഒരു ദിവസം 5000 മുതൽ 7000 പേര് വരെയാണ് ഓരോ ദിവസം പ്രതീക്ഷിക്കുന്നത്. എക്സ്പെക്ട് ചെയ്യുന്നത്? വീക്കെൻഡിൽ അതൊരു 7000 മുതൽ 10000 വരെ ആളുകളെയാണ് പ്രതീക്ഷിക്കുന്നത്. ടോട്ടൽ അത് നമ്മളൊരു എക്സ്പെക്റ്റേഷൻ ഒരു 1,00,000 മുതൽ 1.5 ലക്ഷം ആളുകളെയാണ് ഈ ഒരു 10 ഡേയ്സിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് അല്ലേ? ഇത് എൻട്രൻസ് ഫീസ് ഒക്കെ എങ്ങനെയാണ് വരുന്നത്? എൻട്രൻസ് ഫീസ് 100 രൂപയാണ്. പക്ഷേ അത് ഫുഡ് കൂപ്പൺ നമുക്ക് ഫുഡ് കൂപ്പണായിട്ട് റെഡീം ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു 10 ഡേയ്സ് ഒക്കെ വരുന്ന ആൾക്കാർക്ക് അതിനനുസരിച്ച് റെഡീം ചെയ്യാൻ പറ്റും അല്ലേ? എല്ലാ ദിവസവും റെഡീം ചെയ്യാം. 100 രൂപക്ക് കൂപ്പൺ എടുക്കുക, അകത്ത് പോവുക, 100 രൂപക്കുള്ള ഫുഡ് കഴിക്കാം. ഓക്കെ. ഇത് ഓൺലൈൻ നമുക്ക് പർച്ചേസ് ചെയ്യാനായിട്ടുള്ള ഓൺലൈൻ അത് നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓക്കെ. അപ്പോൾ അതൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തീർച്ചയായിട്ടും ഉണ്ടാവും. അതിൻ്റെ ആ ഒരു ലിങ്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും തീർച്ചയായിട്ടും. കാരണം ഒരുപാട് ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പം ഈ ഒരു വെക്കേഷൻ ടൈം ആകുമ്പോൾ തീർച്ചയായിട്ടും പുറത്ത് പോകണം, അല്ലെങ്കിൽ യാത്ര പോയിട്ട് ഇത്രയും ഫുഡൊക്കെ എക്സ്പ്ലോർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് അങ്ങോട്ടൊന്നും പോകാതെ നമുക്ക് കാലിക്കറ്റ് ട്രേഡ് സെൻറ്ററിലേക്ക് ഒരു വലിയൊരു ഫംഗ്ഷനായിട്ട് നമുക്ക് ചെല്ലുന്നത് ഒരു ഫെസ്റ്റിവൽ മൂഡിലാകുമ്പോൾ കുറച്ചും കൂടെ നല്ല സന്തോഷമായിരിക്കും ആളുകൾക്ക്. കാരണം ഒരു നാട് വികസിക്കുക എന്ന് പറയുമ്പോൾ അവിടുത്തെ റോഡും കെട്ടിടങ്ങളും മാത്രം വികസിച്ചാൽ പോരാ, നമ്മൾ അവിടുത്തെ ജനങ്ങളുടെ മനസ്സിൻ്റെ സന്തോഷവും മനസ്സിൻ്റെ ആ ഒരു ആരോഗ്യം കൂടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് ഇങ്ങനെയുള്ള ഫെസ്റ്റിവൽസ് തീർച്ചയായിട്ടും വളരെയധികം ഉപകാരപ്പെടും. അപ്പോൾ സാറിനെ പോലുള്ള നമ്മുടെ ഇറ്റോപ്പിയ ഇവഞ്ചേഴ്സ് നടത്തുന്ന ഇതുപോലുള്ള ഫെസ്റ്റിവൽസ് ഒരുപാട് മനുഷ്യരുടെ ആ ഒരു മനസ്സും കൂടെ സന്തോഷകരമാക്കാനായിട്ട് സഹായിക്കുന്നതാണ് സത്യം. തീർച്ചയായിട്ടും നാട് വികസിക്കുക എന്ന് പറയുമ്പോൾ നാടിൻ്റെ അതുകൊണ്ടാണ് ഫുഡ് ഫെസ്റ്റുകൾ ഉണ്ടാകുന്നത്. അതെ അതെ. അപ്പോൾ നമ്മുടെയൊക്കെ ഒരു ചെറുപ്പകാലത്ത് ഫുഡ് ഫെസ്റ്റുകൾ കേട്ടുകേൾവി പോലും ഇല്ലാത്ത, അല്ലെങ്കിൽ അങ്ങനെ ഒരു കോൺസെപ്റ്റ് നമ്മളാരും കേട്ടിട്ടില്ല. ഫുഡ് ഫെസ്റ്റ് എന്ന അർത്ഥത്തിൽ ഭക്ഷണം എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രധാനമായിട്ട് വീടുകളിലുള്ള ഭക്ഷണം, അത് അന്നന്നത്തെ ആഹാരം, അന്നത്തെ അപ്പത്തിന് വേണ്ടിയാണ് മനുഷ്യൻ അന്നൊക്കെ ജീവിച്ചത്. ഇപ്പോൾ അത് വന്ന് അതോടൊപ്പം തന്നെ കല്യാണങ്ങളിൽ തന്നെ നമ്മൾ അന്ന് കണ്ടിരുന്ന ഒരു വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാം, പക്ഷേ വളരെ പരിമിതമായ വിഭവങ്ങളാണ് കല്യാണങ്ങൾ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ചില പഴയ കത്തുകളൊക്കെ കാണാം, കല്യാണ കത്തുകൾ. അതിൻ്റെ അടിയിലൊരു കുറിപ്പുണ്ടാവും, നിങ്ങളുടെ ഈ ആഴ്ചത്തെ റേഷൻ ഇങ്ങോട്ട് കല്യാണത്തിന് വരുമ്പോൾ കൊണ്ടുവരണം, അല്ലെങ്കിൽ അതിലേക്ക് സംഭാവന ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന കല്യാണങ്ങൾ നമ്മൾക്ക് ഏകദേശം ഒരു 50 വർഷം മുമ്പ് വരെ കേരളത്തിൽ നടന്നിട്ടുണ്ട്. അവിടെ നിന്നാണ് നമ്മൾ ഇപ്പോൾ ഈ 2024 നിൽക്കുമ്പോൾ ഫുഡ് ഒരു ആഘോഷത്തിൻ്റെ ഒരു പ്രതീകമായി മാറുന്നത്. ഭക്ഷണത്തിൻ്റെ മാറ്റം കൂടുതൽ വന്നത് കൊറോണയ്ക്ക് ശേഷമാണെന്ന് തോന്നുന്നു. അതായത് കൊറോണയ്ക്ക് ശേഷം മനുഷ്യർ കൂടുതൽ മനസ്സിലാക്കി തുടങ്ങി ലൈഫ് ഇങ്ങനെ പോയാൽ പോരാ, എപ്പോൾ വേണമെങ്കിലും തീരാം. അപ്പം നമ്മൾ കൂടുതൽ എൻജോയ് ചെയ്യണം നമ്മുടെ ലൈഫ്. നമ്മൾ കിട്ടുന്ന പൈസ നമ്മൾ ജീവിതം മാത്രം നോക്കിയാൽ പോരാ, കുറച്ചും കൂടെ നമുക്കൊരു എക്സ്പ്ലോറിങ് വേണം എന്നുള്ളതിലാണ് ഫുഡും പ്ലേസും ഒക്കെ അവർ എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങിയത്. ആക്ച്വലി ആ ഒരു ഫുഡ് ഫെസ്റ്റിവലിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് കിട്ടുന്നതും ആ ഒരു കാലഘട്ടത്തിൽ, നമ്മൾ ആ ഒരു കഴിഞ്ഞ സമയത്താണ്, കൊറോണ കഴിഞ്ഞ സമയത്താണ് ഇതിൻ്റെയൊക്കെ ഒരു ഇമ്പോർട്ടൻസ് മനുഷ്യർക്ക് മനസ്സിലായി തുടങ്ങിയത്. ആക്ച്വലി തീർച്ചയായിട്ടും കൊറോണ ഒരു പ്രധാന ഘടകമാണ് അതിൽ. അതേസമയം ഇവിടെ നടന്നൊരു സാമൂഹിക മാറ്റമുണ്ട്. ഭക്ഷണം എന്നത് നമ്മൾ എല്ലാവരും പറയുന്ന പോലെ ഒരു അടിസ്ഥാന ആവശ്യമാണ്. മനുഷ്യൻ്റെ 3 അടിസ്ഥാന ആവശ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഭക്ഷണം. ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം എന്നാണ് നമ്മൾ പറയുക. ആ ഭക്ഷണം എന്നത് അടിസ്ഥാന ആവശ്യമായിരിക്കുമ്പോൾ തന്നെ ഇതുപോലെ ഒരു പല കാരണങ്ങൾ കൊണ്ട് ഇപ്പോൾ കൊറോണ നമ്മളെ മനുഷ്യൻ്റെ കണ്ണ് ഓർപ്പിച്ചിട്ടുണ്ട്. എന്തിനാണ് സമ്പാദിച്ച് കൂട്ടുന്നത്, എന്തിനാണ് അത് പൂത്തി വെക്കുന്നത്, അല്ലെങ്കിൽ എന്തിനാണ് ഒരു ഭാഗത്ത് സൂക്ഷിച്ച് വെക്കുന്നത് എന്നുള്ള ചിന്ത മനുഷ്യന് ഉണ്ടാക്കിയിട്ടുണ്ട്. ജീവിക്കുമ്പോൾ നല്ല രീതിയിൽ ജീവിക്കുക, പണം ഉപയോഗിച്ച് ഭക്ഷണം കഴിക്കുക, ഇതുപോലുള്ള ജീവിത സൗകര്യങ്ങൾ ആസ്വദിക്കുക എന്നൊരു തലത്തിലേക്ക് അത് എത്തിയിട്ടുണ്ട്. അതോടൊപ്പം അതെല്ലാത്തെയും കാരണങ്ങൾ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഭക്ഷണം, ആഘോഷം, ആളുകൾക്ക് കൂടിച്ചേരുക, സ്നേഹം പങ്കുവെക്കുക, അതുപോലുള്ള കാര്യങ്ങളിലേക്ക് ഇത് വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ തന്നെ ഇതിൻ്റെ ഒരു ടാഗ് ലൈനായിട്ട് പറയുന്നത് ടേസ്റ്റ് ഓഫ് ഹാർമണി എന്നാണ്. സൗഹാർദ്ദത്തിൻ്റെ, മനുഷ്യ പരസ്പരമുള്ള സ്നേഹത്തിൻ്റെ ഒക്കെ ഒരു ഐക്യത്തിൻ്റെ ഒരു പ്രതീകമായിട്ടാണ് നമ്മൾ ഭക്ഷണത്തെ കാണുന്നത്. ഫുഡ് മാത്രമല്ല, ഒരു സ്നേഹം പങ്കുവയ്ക്കാനും തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ഫുഡ് ഫെസ്റ്റിവൽസ് ഒരുപാട് ഹെൽപ്പ് ചെയ്യാറുണ്ട്. അതെ.